ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് വാലി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പല ആളുകൾക്കുള്ള ഒരു സംശയമാണ്, സയൻസ് കിട്ടാൻ എത്ര A+ വേണം, കൊമേഴ്സ് കിട്ടാൻ എത്ര A+ വേണം, അങ്ങനെ പല ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷവാർത്ത ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ സ്കൂളുകളിൽ സീറ്റുകളുടെ എണ്ണം കുറവായിരുന്നു പൊതുവെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ചില കുട്ടികൾക്കൊക്കെ വിചാരിച്ചത്ര മാർക്ക് ഉണ്ടെങ്കിൽ പോലും അഡ്മിഷൻ കിട്ടാറില്ലായിരുന്നു. എന്നാൽ ഇത്തവണ ഒരുപാട് സീറ്റുകൾ, ഏകദേശം 81,000-ഓളം സീറ്റുകൾ വർദ്ധിപ്പിച്ചത് കൊണ്ട് തന്നെ, അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ 20% സീറ്റുകൾ വർദ്ധിപ്പിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് +1 അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ അഡ്മിഷൻ കുറഞ്ഞു പോവുകയൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടി വേണ്ട. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സയൻസ് കിട്ടാൻ എത്ര A+ വേണം, കൊമേഴ്സ് കിട്ടാൻ എത്ര വേണം എന്നുള്ളതാണ്. നമുക്കറിയാം, സംവരണങ്ങൾ ഉള്ള നമ്മളെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ജനറൽ ഉള്ള ആളുകളുണ്ട്, OBC-കാരുണ്ട്, SC ഉണ്ട്, ST-കാരൊക്കെ ഉണ്ട്. സോ അവർക്കൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ പോവുക. ഒരു പക്ഷേ 10 A+ ഉള്ള ജനറലുള്ള കുട്ടിയേക്കാൾ മുന്നിൽ പോകുന്നത് ഒരു പക്ഷേ 9 A+ ഉള്ള OBC-കാരായിരിക്കാം. അതൊക്കെ ഡിപ്പെൻഡാണ്. അതേപോലെ തന്നെ 9, 8, 7, 6, 5 A+ ഉള്ള കുട്ടികൾക്കും 4 A+ ഉള്ള കുട്ടികൾക്ക് വരെ സയൻസിന് അഡ്മിഷൻ കിട്ടാറുണ്ട്. ഒരു പക്ഷേ ആദ്യത്തെ അലോട്ട്മെൻറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല, രണ്ടാമത്തെയോ ചിലപ്പോൾ മൂന്നാമത്തെയോ അലോട്ട്മെൻറ്റിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക കേട്ടോ. അതുകൊണ്ട് A+കളുടെ എണ്ണം അത്ര പ്രശ്നമല്ല. അവിടെ പ്രശ്നമായിട്ട് വരുന്നത്, ഒന്ന്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്കൂളാണോ എന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും നല്ല രീതിയിൽ, നിങ്ങളിപ്പോൾ ഒരു 5 A+, 6 A+ ഉള്ള ഒരു കുട്ടിയാണ്, നിങ്ങൾക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫുൾ A+കാർ മാത്രം അപ്ലൈ ചെയ്യുന്ന ചില സ്കൂളുകളുണ്ടാവും. അതായത് +1, +2 അത്രയും നല്ല റിസൾട്ടുള്ള സ്കൂളുകളിൽ 10 A+ ഉണ്ടെങ്കിലേ അഡ്മിഷൻ കിട്ടൂ എന്ന് പറയുന്ന ഒരുപാട് സ്കൂളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഉണ്ടാവും. അപ്പോൾ അത്തരം സ്കൂളുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ മറ്റു സ്കൂളുകളെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. സയൻസ് തന്നെ എടുക്കാൻ പാടുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മികച്ച റിസൾട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുക എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സയൻസ് എടുത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അതിന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്തടുത്തുള്ള സ്കൂളുകളിൽ സയൻസ് കിട്ടാൻ എത്ര A+ വേണം ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടൊന്ന് സംസാരിച്ച് നോക്കുക. പിന്നെ സയൻസിലൊക്കെ അഡ്മിഷൻ നിങ്ങൾ കൊടുക്കുക. അലോട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾ സയൻസിൻ്റെ സ്കൂളുകളിലൊക്കെ കൊടുക്കുക. ഭാഗ്യം പോലെയാണ് കുറേ കാര്യങ്ങൾ. 5 A+, 6 A+ ആണെന്ന് വിചാരിച്ച് സയൻസിന് കിട്ടില്ല എന്നൊന്നുമില്ല. 3, 4 A+ ഉള്ള കുട്ടികൾക്ക് വരെ സയൻസിന് അഡ്മിഷൻ കിട്ടാറുണ്ട്. സോ A+കളുടെ എണ്ണോ ഗ്രേഡുകളുടെ എണ്ണോ ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നമുക്ക് അലോട്ട്മെൻറ്റിൽ കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ഇതേപോലെ തന്നെയാണ് കൊമേഴ്സിൻ്റെ കാര്യം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബൈ.